ചരിത്രമുറങ്ങുന്ന രാജ്യമാണ് ഈജിപ്ത്. സുവ്യക്തമായ രാജവംശങ്ങൾ കാലങ്ങളോളം ഭരിച്ചിടം. പൗരാണിക ഈജിപ്ഷ്യൻ കൊടിയടയാളങ്ങളാണ് രാജ്യത്ത് കാണപ്പെടുന്ന അനേകം പിരമിഡുകൾ. ഗിസയിലെ പിരമിഡുകൾ മുതൽ അനേകം പിരമിഡുകൾ ഇക്കൂട്ടത്തിൽ ഉൾപ്പെടുന്നു. പുരാവസ്തു ഗവേഷകരെയും ചരിത്രകാരന്മാരെയും അന്നും ഇന്നും ഈ പിരമിഡുകൾ അമ്പരപ്പിക്കുന്നു. എന്നാൽ ഇതിനെല്ലാം അപ്പുറം ഈജിപ്ത് അറിയപ്പെടുന്നത് നൈലിന്റെ ദാനം എന്നാണ്. ഈ രാജ്യവുമായി നൈൽ നദി അത്രയേറെ ഇഴുകിച്ചേർന്നിരിക്കുന്നു. 6695 കിലോമീറ്റർ നീളമുള്ള നൈല് ലോകത്തെ ഏറ്റവും നീളമുള്ള നദിയായി പരിഗണിക്കപ്പെട്ടിരിക്കുന്നു. ഈജിപ്ത് മാത്രമല്ല, ടാൻസാനിയ, ഉഗാണ്ട, കോങ്കോ, റവാണ്ട, ബുറുണ്ടി, ഇത്യോപ്യ, കെനിയ, എറിത്രിയ, തെക്കൻ സുഡാൻ എന്നീ രാജ്യങ്ങളിലൂടെയും നൈൽ യാത്ര ചെയ്യുന്നുണ്ട്. വൈറ്റ് നൈൽ, ബ്ലൂ നൈൽ എന്നാണ് ഈ നദിയുടെ പോഷക നദികളുടെ പേര്. സുഡാനിലാണ് ഈ പോഷക നദികൾ ഒരുമിച്ച് ഒറ്റ നദിയാവുന്നത്. ഏകദേശം 5000 വർഷത്തിലേറെയായി ഈജിപ്തുകാരുടെ ജീവനാഡിയാണ് നൈല്. ശുദ്ധജലം, മത്സ്യം, ഗതാഗത സൗകര്യം, വിളഭൂമി എന്നിവ നൈൽ അവർക്ക് നൽകി. നൈലിലുണ്ടാകുന്ന വെള്ളപ്പൊക്കം ചുറ്റുമുള്ള മരുമേഖലകളിൽ എക്കലടിച്ചു കയറാൻ വഴിയൊരുക്കി. അങ്ങനെയാണ് അവിടെ കൃഷി സാധ്യമായത്. 70കളിൽ അസ്വാൻ അണക്കെട്ട് നിർമ്മിക്കപ്പെട്ടതോടെ ഈ വെള്ളപ്പൊക്കം ഇല്ലാതെയായി. എന്നാൽ ഈജിപ്ഷ്യൻ സംസ്കാരത്തെ രൂപപ്പെടുത്തിയ ഈ പ്രകൃതി പ്രതിഭാസത്തിന്റെ ഓർമ്മയ്ക്കായി എല്ലാ ഓഗസ്റ്റിലും 2 ആഴ്ച വലിയ അവധി ആഘോഷം ഈജിപ്തിൽ സംഘടിപ്പിക്കാറുണ്ട്. വഫ അൽ നിൽ എന്നാണ് ഈ ആഘോഷം അറിയപ്പെടുന്നത്. അനേകം ജീവജാലങ്ങൾ നൈൽ നദിയിലും കരപ്രദേശങ്ങളിലുമായി ജീവിക്കുന്നുണ്ട്. ഇതിൽ നൈൽ ക്രോക്കഡൈൽ എന്ന മുതലകളാണ് ഏറെ പ്രശസ്തം. പരിസ്ഥിതിപരമായും നൈലിനുള്ള പ്രാധാന്യം ഇതിലൂടെ വെളിവാക്കപ്പെടുന്നു. ഈജിപ്തിലുണ്ടായിരുന്ന പിന്നീട് വരണ്ട നൈലിന്റെ ഒരു പോഷക നദിയെക്കുറിച്ചും അടുത്തിടെ ഗവേഷകർ ഉപഗ്രഹ ചിത്രങ്ങളും ഭൗമ സർവേകളും ഉപയോഗിച്ച് കണ്ടെത്തിയിരുന്നു. ഏകദേശം 64 കിലോമീറ്റർ നീളമുള്ള ഈ നദി അഹ്റാമത്ത് എന്നാണ് അറിയപ്പെട്ടിരുന്നത്. നീളം മാത്രമല്ല, നല്ല വീതിയുള്ളതുമായിരുന്നു ഈ നദി. 1/2 കിലോമീറ്ററോളം നീളമുണ്ടായിരുന്ന 4200 വർഷങ്ങൾക്ക് മുൻപ് ഈ നദി വറ്റാൻ തുടങ്ങി. പിന്നീട് വീശിയടിച്ച മഞ്ഞുകാറ്റ് നദിയുടെ വിടവ് നികത്തി. പിരമിഡുകൾ നിർമ്മിക്കാൻ ആവശ്യമായിരുന്ന വസ്തുക്കളെയും അസംഖ്യം ജോലിക്കാരെയും ഒക്കെ ഈ നദി വഴിയാകാം കൊണ്ടുവന്നതെന്നും ഗവേഷകർ പറയുന്നു.